പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിക്രമിന്റെയും വേദയുടെയും ദാമ്പത്യ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളാണ് പ്രധാനമായും കാണിക്കുന്നത്. വിക്രമിനോടുള്ള ഇഷ്ടം വേദ വെളിപ്പെടുത്തുന്നതും വിക്രം വേദക്കൊരു സാരി സമ്മാനമായി നൽകി തന്റെ ഭാര്യയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നതുമാണ് എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വിക്രമിന്റെ പെരുമാറ്റത്തിലുണ്ടാവുന്ന മാറ്റം വേദയ്ക്ക് വലിയ സന്തോഷം നൽകുന്നു. മറുവശത്താണെങ്കിൽ ദീപ്തിയും വരുണുമായിട്ടുള്ള പ്രണയം പുതിയ വഴിത്തിരിവിലാവുന്നു. വരുൺ വിക്രമിനോടുള്ള പക തീർക്കാൻ വേണ്ടി ദീപ്തിയെ ഉപയോഗിക്കുകയാണോ എന്ന് വേദ സംശയിച്ചു. എന്നാൽ വരുണിന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യുമ്പോൾ വരുണിന്റെ സ്നേഹം സത്യസന്ധമാണെന്നും ദീപ്തിയാണ് വരുണിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സത്യമെല്ലാം തന്നെ വേദ തിരിച്ചറിഞ്ഞു. ആ സത്യം മനസ്സിലാക്കുന്നതോടുകൂടെ തന്നെ വേദ ഒരു കടുത്ത തീരുമാനമെടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വിക്രമിന്റെയും വേദയുടെയും ദാമ്പത്യ ജീവിതത്തിലെയും വരുണിന്റെയും ദീപ്തിയുടെയും പ്രണയ ജീവിതത്തിലെയും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് പവിത്രം സീരിയൽ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹവും പകയും വാശിയും കൂടിക്കലർന്ന അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വിക്രമിന്റെയും വേദയുടെയും മുറിയിലെ സംഘർഷഭരിതമായ ഒരു സംഭവം വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി വളരെ ഗൗരവത്തോടെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. തന്റെ ഭാര്യ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിക്രം പറയുന്നു, നീ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. നീ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ കേസിൽ നിന്നും പിന്മാറണം. അത് എന്റെ ആവശ്യമാണ്. വിക്രമിന്റെ ശബ്ദത്തിൽ ഒരു ഭർത്താവിന്റെ അധികാരം, അതേസമയം എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമവും നിഴലിച്ചിരുന്നു. എന്നാൽ വേദ എന്ന വ്യക്തിത്വം ആർക്കു മുന്നിലും തലകുനിക്കാത്ത നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവളാണ്. വിക്രമിന്റെ ഈ ആവശ്യം കേട്ടപ്പോൾ അവളിലുണ്ടായത് ഭയമോ വിദ്വേഷമോ ഒന്നും തന്നെയായിരുന്നില്ല, മറിച്ച് പരിഹാസവും ദേഷ്യവുമായിരുന്നു. അവൾ വിക്രമിന് നൽകിയ മറുപടി വളരെ കൃത്യവും മൂർച്ചയുള്ളതുമായിരുന്നു. നിങ്ങൾ ഭാര്യയ്ക്ക് അത്രത്തോളം വിലയും സ്ഥാനവും നൽകുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശ്രീകാരൻ ശ്രീനിവാസനുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വിശുദ്ധ ബന്ധം അതങ്ങ് അവസാനിപ്പിക്കുകയാണ്. അത് ചെയ്യാതെ എന്നോട് കേസിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? വേദയുടെ ഈ ചോദ്യത്തിനു മുന്നിൽ വിക്രം നിശബ്ദനായി. ഉത്തരം മുട്ടിയവനെ പോലെ അവൻ തലകുനിച്ചു. ശ്രീനിവാസനുമായുള്ള ബന്ധം വിക്രമിന്റെ ബലഹീനതയാണെന്ന് വേദക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വിക്രമിന്റെ മൗനം കണ്ട് വേദ തുടർന്നു, എന്താ നിങ്ങൾക്ക് ഉത്തരമില്ലേ? അതിന് കഴിയില്ല എങ്കിൽ പിന്നെ എന്റെ കേസിന്റെ കാര്യത്തിലോ എന്റെ ഔദ്യോഗിക കാര്യത്തിലോ നിങ്ങൾ ഇടപെടാൻ വരരുത്. ദീപ്തിയുടെ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അതിൽ നിങ്ങളുടെയോ ശ്രീനിവാസന്റെയോ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. അത് എന്റെ മാത്രം തീരുമാനമാണ്. ഇത്രയും തീർത്തു പറഞ്ഞുകൊണ്ട് തന്നെ വേദ ആ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നു. വേദ പോയി കഴിഞ്ഞിട്ടും വിക്രം കട്ടിലിൽ തന്നെ ഇരുന്ന് ചിന്തയിലാണ്ടു. വേദ ഒരിക്കലും തനിക്ക് വഴങ്ങില്ല എന്നും ഭീഷണിപ്പെടുത്തിയിട്ടോ അധികാരം കാണിച്ചിട്ടോ അവളെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നും വിക്രമിന് ബോധ്യപ്പെട്ടു. അവളുടെ മനസ്സ് മാറ്റണമെങ്കിൽ താൻ അങ്ങ് മാറണം. ശ്രീനിവാസന്റെ കാര്യങ്ങൾ വേദ അറിയരുതേ എന്നുമുള്ള ചിന്ത വിക്രമിനെ അലട്ടി. അതേസമയം നഗരത്തിന്റെ മറ്റൊരു കോണിൽ തിരമാലകളുടെ ഇരുമ്പലിനൊപ്പം വരുണും ദീപ്തിയും തങ്ങളുടെ പ്രണയം പങ്കുവെക്കുകയായിരുന്നു. ബീച്ചിലെ കാറ്റും വെളിച്ചവും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. വരുണിനോട് ദീപ്തിക്കുള്ള പ്രണയം അത്രമേൽ ആഴത്തിലുള്ളതാണെന്ന് ആ നിമിഷത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ആർക്കും തകർക്കാൻ കഴിയാത്ത ശക്തമായൊരു ബന്ധം അവർക്കിടയിൽ വളർന്നു കഴിഞ്ഞിരുന്നു. വരുണും ദീപ്തിയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം തമാശകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും ആ നിമിഷങ്ങൾ അങ്ങനെ ആഘോഷിച്ചു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും ഗൗരവമായ ഒരു വിഷയം ദീപ്തി അവതരിപ്പിച്ചു. വരുൺ, വീട്ടിൽ എനിക്ക് കല്യാണാലോചനകൾ നടക്കുന്നുണ്ട്. ഇനി കാര്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. എല്ലാ സത്യങ്ങളും വീട്ടിൽ പറയാനുള്ള സമയമായി, ദീപ്തി പറഞ്ഞു. ഇത് കേട്ടതും വരുണിന്റെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് തന്നെ മാഞ്ഞു. ഒരു കരിനിഴൽ വീണതുപോലെ അവന്റെ മുഖം മങ്ങി. അവന്റെ ഉള്ളിലെ ഭയം മുഖത്ത് പ്രതിഫലിച്ചു. വരുണിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച ദീപ്തി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ വരുൺ, താനെന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ സമ്മതിച്ചാലല്ലേ ആ കല്യാണം നടക്കുള്ളൂ. ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോളാം. എനിക്ക് വരുണിനെ ഇഷ്ടമാണെന്നും എന്റെ ജീവിതത്തിൽ ഒരു വിവാഹമുണ്ടെങ്കിൽ അത് വരുണുമായിട്ടായിരിക്കുമെന്നും ഞാൻ തന്റെ ഇടത്തോടെ തന്നെ പറയും. ദീപ്തിയുടെ വാക്കുകൾ വരുണിന് ആശ്വാസം നൽകിയെങ്കിലും അവന്റെ ഉള്ളിലെ അപകർഷതാബോധം അവനെ വിട്ടുമാറിയിരുന്നില്ല. അവൻ ദയനീയമായി പറഞ്ഞു, എന്നെ പോലെ ഒരാളെ നിന്റെ വീട്ടുകാർ അംഗീകരിക്കുമോ ദീപ്തി? എന്റെ ഭൂതകാലം, ഞാൻ ചെയ്ത തെറ്റുകൾ, എന്റെ ജീവിതത്തിൽ കടന്നുപോയ വഴികൾ, ഇതൊക്കെ അറിയുമ്പോൾ അവർ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല, എനിക്കുറപ്പാണ്. എന്നാൽ ദീപ്തി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ വരുൺ, ഇപ്പൊ താൻ ആകെ മാറിയില്ലേ. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അവൾ അവന് ധൈര്യം പകർന്നു. ഇതേ സമയത്തിനെ ദീപ്തിയുടെ കോളേജിൽ വെച്ച് മറ്റൊരു രംഗം അരങ്ങേറുകയായിരുന്നു. ദീപ്തിയെ കാണാനായി അങ്ങോട്ടേക്ക് വിശ്വനും ശ്രീജയും എത്തുന്നുണ്ട്. ദീപ്തിയെ കണ്ട ഉടനെ തന്നെ അവർ അരികിലേക്ക് എത്തി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ദീപ്തിയുടെ പ്രതികരണം അവരെയൊക്കെ ഞെട്ടിച്ചു.
വേദയായിരിക്കും ശ്രീജയനും വിശ്വനെയും ദീപ്തിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്നായിരിക്കും ദീപ്തി തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് ശ്രീജയും വിശ്വനും അവളോട് സംസാരിക്കാൻ സമയത്തിന്റെ ദീപ്തി പറഞ്ഞു, അല്ലെങ്കിലേ ചേച്ചിയുടെ ഉപദേശം കേട്ട് ഞാൻ മടുത്തു. ഇനി നിങ്ങളും കൂടെ അതേ കാര്യം പറഞ്ഞു വരുവാണോ? ദീപ്തി ചോദിച്ചു. ശ്രീജ വിഷമത്തോടെ പറഞ്ഞു, മോളെ, വേദ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ആ ബന്ധം ശരിയാവില്ല. മോൾ അതിൽ നിന്നും പിന്മാറണം. ഇത് കേട്ട ദീപ്തി അവരോട് പൊട്ടിത്തെറിച്ചു. ഓ, അപ്പൊ നിങ്ങളാണല്ലേ ഞാൻ പിന്നെയും വരുണിനെ കണ്ട കാര്യം ചേച്ചിയോട് പറഞ്ഞത്? അത് സാരമില്ല, എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട. എന്റെ ജീവിതം എങ്ങനെ വേണമെന്നും ആരെ ഞാൻ വിവാഹം കഴിക്കണമെന്നും തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഇനിയിപ്പോ വേദ ചേച്ചിയല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ വന്ന് പറഞ്ഞാലും ഞാൻ ആ ബന്ധത്തിൽ നിന്നും മാറില്ല. ഇത് ചേച്ചിയോടങ്ങ് പറഞ്ഞേക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ദീപ്തി ദേഷ്യപ്പെട്ട് അവരുടെ അടുത്ത് നിന്നും അവിടെ നിന്നും പോയി. വിശ്വനും ശ്രീജയും നിസ്സഹായായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വിശ്വൻ ശ്രീജയോട് പറഞ്ഞു, വേണ്ടായിരുന്നു ശ്രീജയെ, ആ കുട്ടിയോട് സംസാരിക്കേണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ താനോ ഞാനോ വേദയോ ആര് വിചാരിച്ചാലും ആ മനസ്സൊരിക്കലും മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കെത്തിയ വേദയോട് ശ്രീജ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ദീപ്തിയുടെ മനസ്സിൽ വരുൺ എന്ന പേര് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും ഇനി അവളെ മാറ്റാൻ കഴിയില്ല എന്നും ശ്രീജ പറഞ്ഞു. ഇത് കേട്ട് വേദക്ക് വലിയ വിഷമമായി. വരുണിനെ നേരിൽ കണ്ട് സംസാരിക്കാനും അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനും വേദ തീരുമാനിച്ചു. വരുൺ തന്റെ അനിയത്തിയെ ഉപയോഗിച്ച് വിക്രമിനോട് പകരം വീട്ടുകയാണോ എന്നതായിരുന്നു വേദയുടെ ഭയം. വേദ നേരെ വരുണിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ വേദയെ വരുണിന്റെ അമ്മ വളരെയധികം സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു. എന്നാൽ വേദ വന്നത് സന്തോഷം പങ്കുവെക്കാനായിരുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്റെ അനിയത്തിയും നിങ്ങളുടെ മകൻ വരുണും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞു. അത് വെറും ഒരു സൗഹൃദമല്ല, പ്രണയം തന്നെയാണ്. വേദ തുറന്നടിച്ചു. ഇത് കേട്ട് വരുണിന്റെ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ മകൻ വരുണിന് അങ്ങനൊരു ബന്ധമുണ്ടോ? അവൻ ഇങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയതേയുള്ളൂ. ഇത്രയും നാൾ അവൻ ഡിപ്രഷനിലായിരുന്നു. ഇപ്പോഴാണ് അവന്റെ മുഖത്തൊരു സന്തോഷം കണ്ടു തുടങ്ങിയത്. അതിന് കാരണം ആ കുട്ടിയാണോ? അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. വേദ തന്റെ സംശയങ്ങൾ പ്രകടിപ്പിച്ചു. എനിക്കതൊന്നും അറിയില്ല. പക്ഷേ വരുൺ വിക്രമിനോടുള്ള പക തീർക്കാൻ വേണ്ടി എന്റെ അനിയത്തിയെ ഉപയോഗിക്കുകയാണെന്ന എനിക്ക് സംശയമുണ്ട്. അവളിപ്പോ അവനെ പിരിയാൻ വയ്യാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മകനെ ഉപദേശിച്ച് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം, വേദ പറഞ്ഞു. ആ സമയത്താണ് വരുൺ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. വേദയെ കണ്ടതും അവനൊന്ന് അമ്പരന്നു. വേദ അവനെ രൂക്ഷമായി നോക്കി. അമ്മ വരുണിനോട് ചോദിച്ചു, നിനക്കറിയാമോ ഇത് ആരാണെന്ന്? ഇത് വിക്രമിന്റെ ഭാര്യ വേദയാണ്. നീ എന്തിനാണ് ഇവരുടെ അനിയത്തിയെ പ്രേമിക്കുന്നത്? വിക്രമിനോടുള്ള പക തീർക്കാനാണോ? അന്നേരം വരുൺ നിസ്സഹായനായി നിന്നു. അമ്മേ, എനിക്കറിയില്ലായിരുന്നു ദീപ്തി ഇവരുടെ അനിയത്തിയാണെന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വരുൺ പറഞ്ഞു. എന്നാൽ അമ്മക്ക് ദേഷ്യം വന്നു. അമ്മ വരുണിന്റെ മുഖത്തടിച്ചു. എടാ, നീ കള്ളം പറയുന്നോടാ. വേദയും വിക്രമിനെയും നിനക്കറിയില്ലേ? വരുൺ കരഞ്ഞുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു. ഇല്ലമ്മേ, സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ദീപ്തിയെ കാണുന്നത്. മരിക്കണമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് ധൈര്യം തന്നത് ദീപ്തിയാണ്. എനിക്കറിയില്ലായിരുന്നു അവൾ വേദയുടെ അനിയത്തിയാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളോട് അടുക്കില്ലായിരുന്നു. വരുണിന്റെ വാക്കുകളിലെ സത്യസന്ധത വേദക്ക് ബോധ്യപ്പെട്ടു. അമ്മ വരുണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വരുൺ അമ്മയെ ആശ്വസിപ്പിച്ചു. ഈ കാഴ്ച കണ്ട് വേദയുടെ മനസ്സ് മാറി. താൻ കരുതിയ വരുണല്ല ഇതെന്നും അവനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമെല്ലാം തന്നെ വേദ തിരിച്ചറിഞ്ഞു. മനഃപൂർവ്വം ദീപ്തിയെ കുടുക്കിയതല്ലെന്നും അവൾക്ക് മനസ്സിലായി. സംശയ നിവാരണത്തിനായി വേദ വരുണിനെ ചികിത്സിച്ച ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വേദയെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു. വരുൺ കടുത്ത ഡിപ്രഷനിലായിരുന്നുവെന്നും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നുവെന്നും ദീപ്തിയുടെ സാമീപ്യവും സ്നേഹവും കൊണ്ട് മാത്രമാണ് അവന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും ഡോക്ടർ വേദയോട് വ്യക്തമാക്കി. ഇതോടെ വേദയുടെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടി. വീട്ടിലെത്തിയ വേദ വിക്രമിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വിക്രം, നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. വരുൺ ഇപ്പോൾ പഴയ വരുണല്ല, അവൻ ആകെ മാറിയിരിക്കുന്നു. അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ദീപ്തിയാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ അടുത്തത്, അല്ലാതെ നിങ്ങളോടുള്ള പക കൊണ്ടൊന്നുമല്ല. എന്നാൽ ഇത് കേട്ട് വിക്രം ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പതിവ് പോലെ പരിഹാസ രൂപേണ തന്നെ സംസാരിച്ചു. ഓ, അപ്പോ നിന്റെ അനിയത്തിയുടെ സേവനം കൊണ്ട് അവൻ നന്നായാ നല്ലത്. പക്ഷേ ഇതിന്റെ അവസാനം എവിടെയാവുമെന്ന് നമുക്ക് കാണാം. വിക്രം അത് നിസ്സാരമായി തള്ളിക്കളയാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിൽ അവനും ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് അന്ന് രാത്രി ദീപ്തിയുടെ വീട്ടിൽ മറ്റൊരു പ്രശ്നം ഉടലെടുത്തു. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദീപ്തിയെ കണ്ട് സഹോദരൻ ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു. 24 മണിക്കൂറും നീ ഫോണിൽ തന്നെയാണല്ലോ. നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, ശ്രീകാന്ത് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വന്ന ദീപ്തി ശ്രീകാന്തിനോട് തട്ടിക്കയറി. നീ അവിടെ എന്ത് ചെയ്യുവാണ്?
ദീപ്തി തിരിച്ചടിച്ചു. ഞാനെന്ത് ചെയ്താലും ഏട്ടൻ എന്താ? ഏട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇത് കേട്ട് ദേഷ്യം വന്ന ശ്രീകാന്ത് ദീപ്തിയെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി. എന്നാൽ ദീപ്തി തളർന്നില്ല. അവൾ വിരൽ ചൂണ്ടി പറഞ്ഞു, ദേ എന്റെ ദേഹത്ത് തൊട്ടു പോവരുത്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അച്ഛനുണ്ട് ഇവിടെ. ഏട്ടൻ അച്ഛനാവാനൊന്നും നോക്കണ്ട. വേദ ചേച്ചിയെ പോലെ അടക്കിക്കൊണ്ട് മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. തിരിച്ചു പ്രതികരിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ദീപ്തിയുടെ ഈ ധീരമായ മറുപടി കേട്ട് ശ്രീകാന്ത് അപമാനത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിക്രമിനും വേദക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയിട്ട് 1 വർഷം തികയുന്ന ദിവസം. അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോവാൻ തയ്യാറായി. വീട്ടിൽ നിന്നും അമ്മ അവരെ ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ അല്ലേ? വിക്രമിനും വേദക്കും അത് ഓർമ്മയുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയി. രണ്ടുപേരും മനസ്സിരുത്തി തന്നെ പ്രാർത്ഥിച്ചു. വേദയുടെ പ്രാർത്ഥന തങ്ങളുടെ ദാമ്പത്യം നന്നാവാനും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാനും വിക്രമിന് നല്ല ബുദ്ധി തോന്നാനും വേണ്ടിയായിരുന്നു. വിക്രമിന്റെ മനസ്സിലും വേദയോടുള്ള ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ടായിരുന്നു. വേദ ഒരു നേർച്ച നടത്തി ക്ഷേത്രത്തിന് വലം വെച്ചു. വിക്രം ആൽത്തറയിലിരുന്ന് വേദയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ ഭക്തിയും സൗന്ദര്യവും അവനെ ഏറെ ആകർഷിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു വന്ന വേദയോട് വിക്രം ചോദിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? വേദ പറഞ്ഞു, കഴിഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി വലിയ പരീക്ഷണങ്ങളായിരുന്നു. അതിൽ ഞാൻ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും മുന്നോട്ടു പോവാൻ നിങ്ങളുടെ സഹായം എനിക്ക് വേണം. വിക്രം വേദയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് തോന്നുന്നു വേദ. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്നെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സിൽ ഇപ്പോൾ നിനക്ക് വലിയൊരു സ്ഥാനമുണ്ട്. നീ എന്റെ ഭാര്യയാണെന്നുള്ള തോന്നൽ എനിക്കിപ്പോൾ ശക്തമായിട്ടുണ്ട്. ഇത് കേട്ട് വേദക്ക് അത്ഭുതമായി. എങ്കിലും അവൾ അത് പൂർണ്ണമായി വിശ്വസിക്കാനൊന്നും തയ്യാറായില്ല. അത് വാക്കുകളിൽ പറഞ്ഞാൽ പോരാ മാത്രം വിക്രം, പ്രവൃത്തിയിൽ കാണിക്കണം. ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കണം. അപ്പോഴേ ഞാൻ ഇത് വിശ്വസിക്കുള്ളൂ എന്ന് വേദ പറഞ്ഞു. അന്നേരം വിക്രം ഉറപ്പു നൽകി, ഇല്ല വേദ, ഞാൻ കെട്ടിയ താലി ഒരിക്കലും തന്നെ വിട്ടു പോവില്ല. അമ്പലത്തിൽ നിന്നും മടങ്ങുന്ന വഴി വിക്രം ബൈക്ക് നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിൽ നിർത്തി. വേദ അത്ഭുതത്തോടെ നോക്കി. വിക്രം ഉള്ളിൽ പോയി വേദക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലൊരു സാരി വാങ്ങിച്ചു കൊടുത്തു. അത് വാങ്ങി വേദയുടെ കൈകളിലേക്ക് കൊടുത്തു. ഇത് ഞാൻ നിനക്ക് വാങ്ങിച്ചതാണ് വേദ, വിക്രം പറഞ്ഞു. ആ നിമിഷം വേദയുടെ മുഖത്ത് സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് തന്റെ ഭർത്താവ് വിക്രം തനിക്കൊരു സമ്മാനം വാങ്ങിച്ചു നൽകുന്നത്. അവൾ ആ സാരി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത് എനിക്കായിരുന്നോ? ഞാൻ കരുതി അമ്മക്കായിരിക്കുമെന്ന്. ശരിക്കും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണല്ലേ? വേദ ചോദിച്ചു. അതിന് വ്യക്തമായിട്ടൊരു മറുപടി പോലും പറയാതെ ഒരു കള്ളച്ചിരിയോടെ വാ പോവാമെന്നൊക്കെ പറഞ്ഞ് വിക്രം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേദ വിക്രമിന്റെ തോളിൽ കൈവച്ച് ആ സാരിയും പിടിച്ച് സന്തോഷത്തോടെ ബൈക്കിൽ കയറി അവിടെ നിന്നും പോയി. അവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണെന്ന സൂചന നൽകിക്കൊണ്ട് അവർ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ അവരുടെ ജീവിതം സ്നേഹത്തിന്റെ പുതിയൊരു പാതയിലേക്ക് തിരിയുന്ന സുന്ദരമായ കാഴ്ചയോടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരാട്ടോ. ബൈ.